8ാം ക്ലാസ്സിലെ മാത്സ് എക്സാമിനേഷനിൽ A+ ഡിസൈഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഫുൾ സ്കിപ്പ് ചെയ്യാതിരുന്ന് കാണുക. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ അയച്ചു കൊടുക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ആദ്യം തന്നെ പറയാനുള്ളത്. മാത്സ് എക്സാമിൽ ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ശ്രദ്ധിക്കുക. ഒന്നിൽ അവസാനിക്കുന്ന ഏതൊരു സംഖ്യയുടെയും വർഗ്ഗം ഒന്നിൽ തന്നെ അവസാനിക്കുമെന്ന് സമർത്ഥിക്കുക എന്നതാണ് ചോദ്യം. കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. ഒന്നിൽ അവസാനിക്കുന്ന സംഖ്യ എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് 10n + 1 എന്ന് എഴുതാം. ഒന്നിൽ അവസാനിക്കുന്ന സംഖ്യ ആണെങ്കിൽ 10n + 1. ഓക്കെ, അത് ആദ്യം അങ്ങോട്ട് പഠിച്ചു വെക്കുക. എന്നിട്ട് അതിന്റെ സ്ക്വയർ അല്ലേ, ദാറ്റ് ഈസ് ഈക്വൽ ടു ആദ്യം 10n, അതാണ് ആദ്യത്തെ ആള്, അതിന്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു x + y ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ x² + 2xy + y². അത് നമുക്കറിയാലോ. x + y ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആദ്യം എക്സിന്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു xy + y². ഇത് നമുക്കറിയാം. ഇതേപോലെ വൈന്റെ സ്ഥാനത്ത് അവിടെ 1 ആണ്. സോ 2 ഇൻറ്റു 10n ഇൻറ്റു 1. ഓക്കെ, 2 ഇൻറ്റു 10n ഇൻറ്റു 1 പ്ലസ് 1². ശരിയല്ലേ? ദാറ്റ് ഈസ് 10n സ്ക്വയർ, 10ന്റെ സ്ക്വയർ 10 10 100, n സ്ക്വയർ n² പ്ലസ് 2 ഇൻറ്റു 10n ദാറ്റ് ഈസ് 20n. ശരിയല്ലേ? പ്ലസ് 1. ഈ എഴുതിയതിൽ എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? ഉണ്ടാവാനൊരു ചാൻസും ഇല്ല. സോ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ ഇവിടെ നോക്കടാ, എല്ലാവരും ശ്രദ്ധിച്ചേ, ഇവിടെ ഒരു 0, ഇവിടെ 0 ഉണ്ട്. ശരിയല്ലേ? ഇതെല്ലാം 10ന്റെ മൾട്ടിപ്പിൾ അല്ലേ. സോ 10 ഇൻറ്റു 10നെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും 100 കിട്ടുക, 10 ഉണ്ട്. സോ 10n² പ്ലസ് 20 കിട്ടണമെങ്കിൽ 10നെ എന്തോട് മൾട്ടിപ്ലൈ ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കൂടെ എന്തുണ്ട്? 10 പ്ലസ് 1. നോക്ക്, 10 കൊണ്ട് ഒരു നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു പ്ലസ് 1, അതായത് 10m + 1 എന്ന് എഴുതി കൂടെ. ഓക്കെ, അതായത് ഒന്നിൽ അവസാനിക്കുന്ന ഒരു നമ്പറിന്റെ സ്ക്വയർ അവസാനിക്കുക എന്തിലായിരിക്കും? ഒന്നിൽ അവസാനിക്കുന്ന ഒരു നമ്പറിന്റെ സ്ക്വയർ അവസാനിക്കുക ഒന്നിൽ തന്നെ ആയിരിക്കും. ഇങ്ങനെയാണത് തെളിയിക്കേണ്ടത്, ഇങ്ങനെയാണത് കാണിച്ചു കൊടുക്കേണ്ടത്. അതുപോലെ 5ൽ അവസാനിക്കുന്ന സംഖ്യേന്റെ സ്ക്വയർ 5ൽ തന്നെ അവസാനിക്കുമെന്ന് തെളിയിക്കണം. നമുക്ക് നോക്കാം പറ്റുമോന്ന്. എല്ലാവരും ശ്രദ്ധിച്ചേ. 10n + 6 ഹോൾ സ്ക്വയർ, അല്ലെങ്കിൽ 10n + 5, 5 അവസാനിക്കുന്നല്ലേ, 5ല് എങ്ങനെ ഇതാ ഇസ് ഈക്വൽ ടു ദാറ്റ് ഈസ് ഫസ്റ്റ് 10n സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 10n ഇൻറ്റു 5. ശരിയല്ലേ? പ്ലസ് 5ന്റെ സ്ക്വയർ ആണോ? സംശയമല്ല. 10n സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10ന്റെ സ്ക്വയർ 100n² പ്ലസ് 2 ഇൻറ്റു 5 10, 10 ഇൻറ്റു 10 100n പ്ലസ് 5ന്റെ സ്ക്വയർ 25. ആണോ? ആണ്. എനിക്കെന്താ കാണിക്കേണ്ടത്? അവസാനത്തെ അക്കം 5 ആണെന്നാണ് കാണിക്കേണ്ടത്. മക്കളെ നോക്കിക്കോ, കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ. ഇതിൽ 100n² അതുപോലെ തന്നെ എഴുതി, 100n അതുപോലെ തന്നെ എഴുതി, 25നെ ഞാൻ 20 + 5 എന്ന് എഴുതി. ഓക്കെ, ഇനി നിങ്ങൾ നോക്ക്, ഇവിടെയുള്ള ബാക്കി നമ്പറുകളിലൊക്കെ നിങ്ങൾക്ക് എന്ത് കാണാം? ഇവിടെയുള്ള ബാക്കി നമ്പറുകളിലൊക്കെ 0 കാണാം, അവസാനിക്കുന്നത് 0ൽ. ശരിയല്ലേ? സോ 10n 10 പുറത്തേക്ക് എടുക്കാം. 10 പുറത്തേക്ക് എടുത്താൽ 10നെ 100 ആക്കാൻ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 10n². 10നെ 100 ആക്കാൻ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 10n. 20, 10നെ 20 ആക്കാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, പ്ലസ് 5. ശരിയല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്താ? 10 ഇൻറ്റു ബ്രാക്കറ്റിനുള്ളിലുള്ള എല്ലാം കൂടെ കൂട്ടിയാൽ m ആണെന്ന് എഴുതാം. സോ 10m + 5, അതായത് അവസാനത്തെ അക്കം 5 തന്നെ ആയിരിക്കും. അവസാനത്തെ അക്കം 5 തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 10n + 6ന്റെ കേസോ നോക്കിക്കോ. 10n + 6 ഹോൾ സ്ക്വയർ എങ്ങനെ ഇതാ നോക്കിക്കോ. 10n സ്ക്വയർ 10n² പ്ലസ് 2 ഇൻറ്റു 10n ഇൻറ്റു 6 പ്ലസ് 6². ശരിയല്ലേ? 10n സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10ന്റെ സ്ക്വയർ 100, 100n² പ്ലസ് 2 ഇൻറ്റു 10 ഇൻറ്റു 6 ദാറ്റ് ഈസ് 2 ഇൻറ്റു 6 12, 12 ഇൻറ്റു 10 120n പ്ലസ് 6ന്റെ സ്ക്വയർ 36.
ശരിയല്ലേ സിമ്പിൾ. നോക്കിക്കോ 100n സ്ക്വയർ പ്ലസ് 120n പ്ലസ് 30 പ്ലസ് 6. നോക്ക്, ഇപ്പൊ അവസാനം 6 മാത്രല്ലേ, അവസാനിക്കുക 6-ലാണെന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. ഇവിടെയുള്ള 0, ഇവിടെ 0, ഇവിടെ 0. സോ നമുക്ക് എന്ത് ചെയ്താം, 10നെ പുറത്തേക്ക് എടുത്താൽ 10 × 10n സ്ക്വയർ 10 × 12 ചെയ്താലാണ് 120. സോ 12n പ്ലസ് 3 അല്ലെ, 10 × 3 ചെയ്താൽ 30 പ്ലസ് 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 10m പ്ലസ് 6 അല്ലേ. അവസാനത്തെ അക്കം എന്തായിരിക്കും? അവസാനത്തെ അക്കം 6 ആണെന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് കിട്ടും. സെറ്റ്. ഈ മോഡലിലാണ് ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം. ഈ ഒരു പാറ്റേൺ നോക്കിയിട്ട് 24 അതിനെ നമ്മൾ എങ്ങനെ 7 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ 5 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ. 32 എങ്ങനെ എഴുതാം? 9 സ്ക്വയർ മൈനസ് 7 സ്ക്വയർ 6 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ. 40നെ 11 സ്ക്വയർ മൈനസ് 9 സ്ക്വയർ 7 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ. ഇങ്ങനെ എഴുതാൻ പറ്റുന്നുണ്ട്. അതായത് നോക്ക്, എക്സ്പ്ലെയിൻ algebraically how we can do all these multiples of 8 starting with 24. 24 മുതലുള്ള 8ന്റെ മൾട്ടിപ്പിൾസിനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതാൻ പറ്റുന്നത് എന്നതാണ് നമ്മൾ. ഇപ്പോൾ ഇതേപോലെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. 24നെ 7 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ എന്ന് എഴുതാം. 32നെ 9 സ്ക്വയർ മൈനസ് 7 സ്ക്വയർ എന്ന് എഴുതാം. 40നെ 11 സ്ക്വയർ മൈനസ് 9 സ്ക്വയർ എന്ന് എഴുതാം. അടുത്ത 48നെ നിങ്ങൾ നോക്കിക്കോ 13 സ്ക്വയർ മൈനസ് 11 സ്ക്വയർ എഴുതാൻ പറ്റും. ഓക്കെ, 48 അല്ലെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 7 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ. 7 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ. ഇതെന്തുകൊണ്ട് ഇങ്ങനെ എഴുതാൻ പറ്റുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. ഇപ്പൊ 24 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് എങ്ങനെ എഴുതാം? 4 × 6 × 1 എഴുതിക്കൂടെ? 4 × 6 × 1. 4 × 6 × 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന ഐഡന്റിറ്റി ആണ് എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4xy. ഇത് നമ്മൾ പഠിക്കുന്നുണ്ട്, ശരിയല്ലേ? എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 4xy എഴുതാൻ പറ്റുമോ? പറ്റും. കൃത്യമായിട്ട് മക്കളെ ശ്രദ്ധിച്ചോ. 24 മുതലുള്ളതിനെ എന്തുകൊണ്ട് ഇങ്ങനെ എഴുതാൻ പറ്റുന്നു എന്ന് ചോദിച്ചാൽ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയറിനെ 4xy എന്ന് എഴുതാം. 4 × 6 × 1 ആണ് 24 അല്ലേ? കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. ദാറ്റ് ഈസ് 4 × 6 × 1 ദാറ്റ് ഈസ് 6 + 1 ഹോൾ സ്ക്വയർ മൈനസ് 6 - 1 ഹോൾ സ്ക്വയർ. 6 + 1 എന്ന് പറഞ്ഞാൽ 7 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ. എഴുതിക്കൂടെ? എഴുതാം. 7 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ. അല്ലെങ്കിൽ മക്കളെ ശ്രദ്ധിച്ചോ, 24 ഈസ് ഈക്വൽ ടു 4 × 6 എന്നാണ്. 6 എന്ന് പറഞ്ഞാൽ 3 × 2 അല്ലേ? 3 × 2 ആണ്. സോ നമുക്ക് എന്ത് ചെയ്താം? 3 + 2 ഹോൾ സ്ക്വയർ മൈനസ് 3 - 2 ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് 3 ഉം 2 കൂടെ കൂട്ടിയ 5 സ്ക്വയർ. 3 - 2 1 സ്ക്വയർ. 5 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ. ഇങ്ങനെ രണ്ട് രീതിയിൽ എഴുതാം. അതായത് ഇവിടെ നോക്ക്, 8ന്റെ മൾട്ടിപ്പിൾസിനെ എന്തുകൊണ്ട് ഇങ്ങനെ എഴുതാൻ പറ്റുന്നു എന്നുള്ളതല്ലേ ക്വസ്റ്റ്യൻ. ശ്രദ്ധിച്ചോ. 8ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 8ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ 8n എന്ന് എഴുതാം, ശരിയല്ലേ? 8n. n 3 മുതലുള്ള നമ്പേഴ്സ് ആണ്. n എന്ന് പറയുന്നത് 3 മുതലുള്ള നമ്പേഴ്സ് ആണ്. 8n നമുക്ക് എന്ത് എഴുതാം? 4 × 2n എന്ന് എഴുതാം, ശരിയല്ലേ? 8n 4 × 2n × 1. സോ നമുക്ക് എന്ത് എഴുതാം? 2n + 1 ഹോൾ സ്ക്വയർ മൈനസ് 2n - 1 ഹോൾ സ്ക്വയർ. 2n + 1 ഹോൾ സ്ക്വയർ മൈനസ് 2n - 1 ഹോൾ സ്ക്വയർ എഴുതാൻ പറ്റും, ശരിയല്ലേ? സോ ഒന്ന് ഈ രീതിയിൽ എഴുതാം.
അതായത് ഇവിടെ നോക്ക് എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം. എല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 4xy ആണെന്ന് നമുക്കറിയാം. സോ 8ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ 8n എന്ന് നമുക്ക് എഴുതാം. 8ന്റെ മൾട്ടിപ്പിളിനെ. സോ 8n എന്ന് പറഞ്ഞാൽ 4 × 2n × 1. സോ എക്സിന്റെ സ്ഥാനത്ത് 2n, വൈന്റെ സ്ഥാനത്ത് 1. സോ കൊടുക്കുക. അത്രേ ഉള്ളൂ. അതല്ലെങ്കിൽ 8n നമുക്ക് എന്ത് ചെയ്താം? 4 × n × 2. ശരിയല്ലേ? That is equal to n plus 2 the whole square minus n minus 2 whole square. n plus 2 whole square minus n minus 2 whole square. സെറ്റ് ആണ്. n minus 2 whole square. ഇവിടെ n minus 2 whole square എന്ന് പറയുന്നത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇപ്പോൾ n minus 2 3ൽ നിന്ന് 2 കുറച്ചാൽ 1 കിട്ടും. ശരിയല്ലേ? അല്ലാതെ 2 2 കുറച്ചാൽ 0 സ്ക്വയർ എന്ന് വരും. അങ്ങനെ എഴുതാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഇവിടെ n 3 മുതൽ എടുക്കുന്നത്. n 3 മുതൽ, അതായത് 24. 8 × n, 8 × 3 ആണ് 24. ശരിയല്ലേ? 3 മുതലുള്ളതാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. കാരണം n - 2 എന്ന് പറയുന്നത് അല്ലെങ്കിൽ 1നേക്കാളും ചെറുതായി പോകും. അങ്ങനെ ചെറുതാൻ പാടില്ല. സെറ്റാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. റേഷ്യോ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ആസിഡും വാട്ടറും തമ്മിലുള്ള റേഷ്യോ 3:2 ആണ്. ഓക്കെ, അപ്പോൾ ആസിഡ് ഉണ്ട്, വാട്ടർ ഉണ്ട്. ഇത് തമ്മിലുള്ള റേഷ്യോ 3:2 ആയതുകൊണ്ട് ആസിഡിന്റെ അളവ് 3x, വാട്ടറിന്റെ അളവ് 2x. When 15 liters of acid was added to this, ഇതിലേക്ക് 15 ലിറ്റർ ആസിഡ് ഒഴിച്ചു. 15 ലിറ്റർ ഒഴിച്ചു. അപ്പൊ റേഷ്യോ എന്തായി? റേഷ്യോ എന്ന് പറയുന്നത് 3:1 ആയി. ഓക്കെ, 3:2 എന്ന് പറയുന്ന റേഷ്യോ എന്തായി? 3:1 ആയി. എന്താ ചെയ്തത്? ആസിഡ് കൂടുതൽ ഒഴിച്ചു. അങ്ങനെയാണെങ്കിൽ മക്കളെ ശ്രദ്ധിച്ചോ, 3x ആണ് ആസിഡിന്റെ അളവ്, അതിൻ്റെ കൂടെ 15 ലിറ്റർ ഒഴിച്ചു. ബൈ വെള്ളത്തിന്റെ അളവ് മാറിയിട്ടുണ്ടോ? മാറിയിട്ടില്ല. അപ്പൊ റേഷ്യോ 3:1. ഓക്കെ, അതാണ് 3/1 എന്ന് ഫ്രാക്ഷൻ ആയിട്ട് എഴുതിയിട്ടുള്ളത്. ഇനി നമുക്ക് കാണേണ്ടത് ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് ആസിഡ് ആൻഡ് വാട്ടർ ആർ ദർ ഇൻ ദ കറന്റ് മിക്സ്ചർ. ഇപ്പോൾ എത്ര ലിറ്റർ ആസിഡ് ഉണ്ട്, എത്ര ലിറ്റർ വെള്ളമുണ്ട് നോക്കിക്കോ. ക്രോസ് ആയിട്ട് ഗുണിക്കാം. 3x + 15 1 കൊണ്ട് ഗുണിച്ചാൽ ഒരു മാറ്റവും ഇല്ല അല്ലെ? ഏത് നമ്പറിനെ 1 കൊണ്ട് ഗുണിച്ചാൽ അത് തന്നെ കിട്ടും. 3 × 2x, 3 കൊണ്ട് 2xനെ ഗുണിക്കുക. അതായത് 3x + 15 എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടും 3 × 2x 6x. ഓക്കെ, 3x + 15 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? 6x. ഓക്കെ, 3x + 15 എന്ന് പറയുന്നത് 6x ആണെങ്കിൽ കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. 3x + 15 എന്ന് പറയുന്നത് 6x ആണെങ്കിൽ അപ്പുറത്തേക്ക് 3xനെ കൊണ്ടുപോവാ. 6x - 3x. ശരിയല്ലേ? അപ്പുറത്തുള്ള 3x ഇപ്പുറത്തേക്ക് പോകുമ്പോൾ -3x. ദാറ്റ് ഈസ് 3x = 15. അങ്ങനെയാണെങ്കിൽ x എത്രയാടാ? 15 / 3 ചെയ്ത് കഴിഞ്ഞാൽ 5. x എന്ന് പറയുന്നത് 5 ലിറ്റർ. ശരിയല്ലേ? x 5 ആണെങ്കിൽ ഇപ്പോഴുള്ള ആസിഡിന്റെ അളവ് എന്ന് പറയുന്നത് 3x + 15 അല്ലേ? ശരിയല്ലേ? 3x + 15, അതായത് 3 × 5 + 15 is equal to 15 + 15, അതായത് 30 ലിറ്റർ. ശരിയല്ലേ? വെള്ളത്തിന്റെ അളവ് എന്ന് പറയുന്നത് 2x ആണ്. 2 × 5 that is equal to 10 ലിറ്റർ. ഓക്കെ, ഇപ്പോൾ 30 ലിറ്റർ ആസിഡും 10 ലിറ്റർ വെള്ളവും ഉണ്ട്. അതാണ് കണക്ക്. സിമ്പിൾ. അതാണ് അവിടെയുള്ള കണക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഹൈറ്റ് ടു വിഡ്ത്ത് റേഷ്യോ ഓഫ് എ റെക്ടാംഗിൾ ഓഫ് പെരിമീറ്റർ 54 സെന്റിമീറ്റർ ഈസ് 4:5. 4:5. അതായത് കൃത്യമായിട്ട് എൻ്റെ മക്കൾ ശ്രദ്ധിച്ചോ.
ഹൈറ്റ് എന്ന് പറയുന്നത് ബ്രെഡ്ത്ത് ആണ്, ഇതാണ് ലെങ്ത്. ഇവിടെ ബ്രെഡ്ത്തും ലെങ്ത്തും തമ്മിലുള്ള റേഷ്യോ 4:5 ആണ്. നിങ്ങൾക്ക് തരികയാണ് പെരിമീറ്റർ എന്ന് പറയുന്നത്. എല്ലാവരും ഒന്നിവിടെ ശ്രദ്ധിച്ചോ. കൃത്യമായിട്ട് ഞാൻ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ എല്ലാവരും ശ്രദ്ധിച്ചോ. പെരിമീറ്റർ എന്ന് പറയുന്നത് ചുറ്റളവ് എത്രയാണെന്നറിയോ? 54 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇത് തമ്മിലുള്ള റേഷ്യോ തന്നിട്ടുണ്ട്. ബ്രെഡ്ത്തും ലെങ്ത്തും തമ്മിലുള്ള റേഷ്യോ 4:5 ആയതുകൊണ്ട് ബ്രെഡ്ത്ത് 4x, ലെങ്ത്ത് 5x. ബ്രെഡ്ത്തും ലെങ്ത്തും കൂടെ കൂട്ടിയാൽ, അഥവാ ലെങ്ത്തും ബ്രെഡ്ത്തും നീളവും വീതിയും കൂടെ കൂട്ടിയാൽ ചുറ്റളവിന്റെ പകുതിയാണ് 27. അങ്ങനെയാണെങ്കിൽ ബ്രെഡ്ത്ത് 4x, ലെങ്ത്ത് 5x കൂട്ടിയാൽ 27. 4xും 5xും കൂടെ കൂട്ടിയാൽ എത്രയാടാ? 4xും 5xും കൂടെ കൂട്ടിയാൽ 9x, 27. 9x 27 ആണെങ്കിൽ x എന്ന് പറയുന്നത് 27/9, അതായത് 3. x എന്ന് പറയുന്നത് 3. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടും ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 4 × 3 അല്ലേ? 4 × 3 അതായത് 12 സെന്റിമീറ്റർ ആണ് ബ്രെഡ്ത്ത്. 5 × 3 അതായത് 15 സെന്റിമീറ്റർ ആണ് ലെങ്ത്. 15ഉം 12ഉം ഓക്കെ ആണോ? ഇനി ദിസ് റേഷ്യോ ഈസ് ടു ബി മെയ്ഡ് 2:3 by increasing the height or width, which is to be increased by how much? റേഷ്യോ എന്താക്കണം? റേഷ്യോ 2:3 ആക്കണം. നിങ്ങൾ ആദ്യം നോക്കുക, 4/5 ആണോ 2/3 ആണോ വലുത്? ഇപ്പോൾ ബ്രെഡ്ത്തും ലെങ്ത്തും തമ്മിലുള്ള റേഷ്യോ 4:5 ആണ്. അതെന്താക്കണം? 2/3 ആക്കണം. നോക്ക്, ഇതിലേതാ വലുത്? 4 × 3 12, 2 × 5 10, അതായത് 12 ആണ് വലുത്. അതായത് 4/5 ആണ് വലുത്. ഓക്കെ, 4/5 ആണ് വലിയ നമ്പർ. എടാ ആലോചിച്ച് നോക്ക്, ഒരു ഫ്രാക്ഷനെ വലുതിനെ ചെറുതാക്കണമെങ്കിൽ, ഓൾറെഡി വലുതായിട്ടുള്ള ഒന്നിനെ ചെറുതാക്കണമെങ്കിൽ നമ്മൾ കൂട്ടേണ്ടത് ഏതാ? ഈ ഫ്രാക്ഷനെ ചെറുതാക്കണമെങ്കിൽ കൂട്ടേണ്ടത് നമുക്ക് ഡിനോമിനേറ്റർ ആണ്. കൂട്ടേണ്ടത് എന്താണ്? ഡിനോമിനേറ്റർ ആണ് കൂട്ടേണ്ടത്. ഇപ്പോൾ അത് തമ്മിലുള്ള റേഷ്യോ 4/5 ആണ്. അതിനേക്കാൾ ചെറിയ നമ്പറാണ് 2/3. ചെറിയ നമ്പറാണ് എന്ത്? 2/3. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക, നമുക്ക് ഫ്രാക്ഷൻ ചെറുതാക്കണമെങ്കിൽ കൂട്ടേണ്ടത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂട്ടേണ്ടത് ലെങ്ത് ആണ്. കുറയ്ക്കേണ്ടത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറയ്ക്കേണ്ടത് മുകളിലുള്ളത് ന്യൂമറേറ്റർ, കുറയ്ക്കേണ്ടത് അംശം, കൂട്ടേണ്ടത് ആരെയാണ്? നമുക്ക് 4/5 ഉള്ളത് 2/3 ആക്കുക എന്ന് പറയുമ്പോൾ ഇത് ചെറുതാവുക ചെയ്യുന്നത്. ഫ്രാക്ഷൻ ചെറുതാവണമെങ്കിൽ കൂട്ടേണ്ടത് ഡിനോമിനേറ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ ലെങ്ത് ആണ് കൂട്ടേണ്ടത്. മനസ്സിലാക്കുക, എന്താണ് കൂട്ടേണ്ടത്? ലെങ്ത് ഈസ് ടു ബി ഇൻക്രീസ്ഡ്. എ ക്വസ്റ്റ്യൻ ആൻസർ, ലെങ്ത് ഈസ് ടു ബി ഇൻക്രീസ്ഡ്. നീളമാണ് കൂട്ടേണ്ടത്. എത്ര കൂട്ടണം? നീളമാണ് കൂട്ടേണ്ടത്. നീളം എത്ര കൂട്ടണം? അതാണ് ക്വസ്റ്റ്യൻ. നോക്കിക്കോ, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ബ്രെഡ്ത്ത് ബൈ ലെങ്ത്ത്. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 12, ലെങ്ത്ത് എന്ന് പറയുന്നത് ഇപ്പൊ 15 ആണ്. അത് കൂട്ടണം. എത്ര കൂട്ടണം? എക്സ് കൂട്ടണം, അല്ലെങ്കിൽ വേണ്ട വൈ. എത്ര കൂട്ടും? വൈ കൂട്ടണം. അത് കൂട്ടുമ്പോഴാണ് റേഷ്യോ എത്രയാവുക? 2/3. റേഷ്യോ എത്രയാവും? 2/3. മക്കളെ ക്രോസ് ആയിട്ട് ഗുണിച്ചോ. 2 × 15 + y is equal to 3 × 12. 2 × 15 30 plus 2y 3 × 12. 3 × 12 എത്രയാടാ? നോക്കിക്കേ, ഇങ്ങനെ ഗുണിച്ചു. 3 × 12 36. ശരിയല്ലേ? 36. അപ്പൊ 30 + 2y is equal to 36 ആണെങ്കിൽ 2y എന്ന് പറയുന്നത് 36 - 30. ആ 30 അപ്പുറത്തേക്ക് പോകുമ്പോൾ -30. 2y is equal to 36 - 30. സെറ്റാണോ? കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ 2y എന്ന് പറയുന്നത് നമുക്ക് കിട്ടും 6 ആണ്. y is equal to 6/2. y is equal to 3. y 3 ആണ്
അല്ലേ? അപ്പൊ ലെങ്ത് ഈസ് ടു ബി ഇൻക്രീസ്ഡ് ബൈ മക്കളെ എല്ലാവരും ഒന്നിങ്ങോട്ട് ശ്രദ്ധിച്ചോ. വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞു തരുന്നത്. ലെങ്ത് ആണ് കൂട്ടേണ്ടത്. എത്ര കൂട്ടണം എന്ന് കിട്ടും? കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. ലെങ്ത് ഈസ് ടു ബി ഇൻക്രീസ്ഡ് ലെങ്ത് ഈസ് ടു ബി ഇൻക്രീസ്ഡ് ബൈ 3 ലിറ്റർ. 3 ലിറ്റർ ആണോ? അല്ല, 3 സെന്റിമീറ്റർ. y എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ. ഓക്കെ, സോറി. ലെങ്ത് ആണ് കൂട്ടേണ്ടത്. എത്ര കൂട്ടണം? 3 സെന്റിമീറ്റർ കൂട്ടണം. 2:3 ആക്കണമെങ്കിൽ 2:3 ആക്കണമെങ്കിൽ എന്താണ് കൂട്ടേണ്ടത്? ഏതാണ് കൂട്ടേണ്ടത്? എത്ര കൂട്ടണം? നീളമാണ് കൂട്ടേണ്ടത്. 3 സെന്റിമീറ്റർ കൂട്ടണം എന്നതാണ് ആൻസർ. ഇനി ഏതാണ് കുറയ്ക്കേണ്ടത്? നിങ്ങൾ നോക്ക്. നമുക്കറിയാം ഇവിടെ വലിയൊരു സാധനത്തിനെ ചെറുതാക്കുകയാണ് ചെയ്യേണ്ടത്. 4/5 ആണ് ഇപ്പോൾ ഉള്ള റേഷ്യോ. അത് 2/3 ആക്കണമെങ്കിൽ കുറയ്ക്കേണ്ടത് ഏതാണെന്ന് ചോദിച്ചാൽ ന്യൂമറേറ്റർ ആണ് കുറയ്ക്കേണ്ടത്, ബ്രെഡ്ത്ത് ആണ് കുറയ്ക്കേണ്ടത്. ശരിയല്ലേ? അപ്പോൾ ബി ക്വസ്റ്റ്യൻ കുറയ്ക്കേണ്ടത് ഇപ്പൊ 12 ആണ്. അതിന്റെ 12 സെന്റിമീറ്റർ അല്ലേ? 12 ആണ്. 12 കുറയ്ക്കണം. 12 - y / 15 = 2/3. ശരിയല്ലേ? 2/3 ക്രോസ് ആയിട്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 3 × 12 - y = 2 × 15. ശരിയല്ലേ? 3 × 12 36 - 3y 36 - 3y = 2 × 15 30. ശരിയല്ലേ? 36 - 3y = 30. 36 എത്ര കുറച്ചാലാ 30 കിട്ടുക? അതായത് 3y എന്ന് പറയുന്നത് 6 ആണ്. 36 എന്ന് 6 കുറച്ചാലാ 30 കിട്ടുക. ശരിയല്ലേ? 3y 6 ആണെങ്കിൽ y = 6/3 that is equal to 2. അതായത് വീതി 3 സെന്റിമീറ്റർ കുറയ്ക്കണം. വീതി എത്രയാ? 3 അല്ല, 2 സെന്റിമീറ്റർ കുറയ്ക്കണം. ഓക്കെ. Breadth is to be decreased by 2 centimeter. Breadth is to be decreased by 2 centimeter. Breadth ആണ് കുറയ്ക്കേണ്ടത്. എത്ര കുറയ്ക്കണം? 2 സെന്റിമീറ്റർ കുറയ്ക്കണം എന്നതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഈ 2 ക്വസ്റ്റ്യൻസ് ചെയ്തത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളോടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ. ഇതൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്തു നോക്കാം. ഇവിടെ 2 അളവുകൾ നോക്കിക്കേ. കറുത്ത മുത്തുകളും വെളുത്ത മുത്തുകളും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത്, ബ്ലാക്ക് വൈറ്റ് തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് നിങ്ങളോട് പറയാണ് 3:5. ഇനി റേഷ്യോ ഓഫ് വൈറ്റും ശ്രദ്ധിച്ചോ റെഡും തമ്മിലുള്ള റേഷ്യോ, വെളുപ്പും ചുവപ്പും തമ്മിലുള്ള റേഷ്യോ 2:3. അങ്ങനെയാണെങ്കിൽ ഇത് 3 തമ്മിലുള്ള റേഷ്യോ ചോദിക്കാം. ഇത് 3 തമ്മിലുള്ള റേഷ്യോ ചോദിച്ചാൽ കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. ബ്ലാക്കിന്റെ എണ്ണം നമുക്ക് എന്ത് ചെയ്താം? ബ്ലാക്കിന്റെ എണ്ണം 3x, വൈറ്റിന്റെ എണ്ണം ഇത് വെച്ചിട്ട് 5x. ഓക്കെ, ഇനി റെഡിന്റെ എണ്ണം എങ്ങനെ എഴുതും? റെഡിന്റെ എണ്ണം ഇതാണെങ്കിൽ ഈ റേഷ്യോ നോക്കാം. വൈറ്റും റെഡും തമ്മിൽ റേഷ്യോ 2:3 ആണ്. വൈറ്റും റെഡും തമ്മിൽ റേഷ്യോ 2:3. അപ്പോൾ 2:3 ആണെങ്കിൽ 5x എന്ന് പറയുന്ന 2y ഈക്വൽ ആണ്. റെഡ് 3 എന്ന് പറയുമ്പോൾ 3y. ഓക്കെ, 5x എന്ന് പറയുന്നതും ഇവിടെ 2:3 എന്ന് പറഞ്ഞാൽ ഈ റേഷ്യോ, ഈ അളവുകൾ 2y 3y, ഈ അളവുകൾ 3x 5x. അപ്പൊ നമുക്ക് എന്ത് കാണാം? ഇത് രണ്ടും ഈക്വൽ ആണ്. 5x എന്ന് പറയുന്നതും 2y എന്ന് പറയുന്നതും ഈക്വൽ ആണ്. അങ്ങനെ ഈക്വൽ ആണെങ്കിൽ നോക്കിക്കേ, നമ്മൾ സിമ്പിൾ ആയിട്ട് എഴുതാൻ പോവാണ്. 5x = 2y. അതായത് yക്ക് പകരം നമുക്ക് എന്ത് എഴുതാം?
y is equal to 5x, ഈ 2 ഇങ്ങോട്ട് വരുമ്പോൾ ബൈ 2, 5x ബൈ 2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് മൂന്നും തമ്മിലുള്ള റേഷ്യോ എഴുതാം. മൂന്നും തമ്മിലുള്ള റേഷ്യോ ഞാൻ എഴുതാൻ പോവാണ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോ, വളരെ സിമ്പിൾ. ഏതൊക്കെയാണുള്ളത്? 3 കളർ, ഒന്ന് ബ്ലാക്ക്, വൈറ്റ്, റെഡ്. ബ്ലാക്കിന്റെ എണ്ണം എക്സ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ എഴുതാം? ബ്ലാക്കിന്റെ എണ്ണം 3x, 5x. ഇനി റെഡിന്റെ അളവ് 3y, റെഡിന്റെ അളവ് 3y. ശ്രദ്ധിച്ചോ, ഈ വൈക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ദാറ്റ് ഈസ് ഈക്വൽ ടു 3x, 5x, 3 ഇൻറ്റു വൈക്ക് പകരം എക്സ് ഉപയോഗിച്ച് 5x ബൈ 2. ശരിയല്ലേ? ശരിയല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 3x, 5x, 3 ഇൻറ്റു 5 15x ബൈ 2. ഇനി ഈ ബൈ 2 ആണ് നമുക്ക് ഒഴിവാക്കേണ്ടത്. ബൈ 2 ഒഴിവാക്കാൻ എല്ലാവരെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എല്ലാവരെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2 ഇൻറ്റു 3x 6x. ശ്രദ്ധിച്ചോ, 2 ഇൻറ്റു 3x 6x, 2 ഇൻറ്റു 5 10x, 15x. ഓക്കെ, 15x. എല്ലാ എക്സും വെട്ടിയാൽ, ഇവിടെ എല്ലാത്തിലും എക്സ് ഉണ്ട്, എക്സ് വെട്ടിയാൽ നമുക്ക് റേഷ്യോ കിട്ടും. ദ ഫൈനൽ ആൻസർ ഈസ് 6:10:15. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. അത് മൂന്നും തമ്മിലുള്ള റേഷ്യോ. ആദ്യം എയും ബിയും തമ്മിലുള്ള റേഷ്യോ തരും, ബിയും സിയും തമ്മിലുള്ള റേഷ്യോ തരും, ഫൈനൽ ആൻസർ നമ്മളോട് ചോദിക്കും. ഓക്കെ, ഇൻ കേസ് ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല എന്ന് വിചാരിക്കും, ഇത് ഉഴപ്പന്മാർക്കുള്ള ട്രിക്കാണേ. എയും ബിയും തമ്മിലുള്ള റേഷ്യോ 2:3. ബിയും സിയും തമ്മിലുള്ള റേഷ്യോ നിങ്ങളോട് പറയാണ്, ഇവിടെ നമുക്ക് നോക്കാം, 3:5 2:3 അല്ലേ? 3:5 2:3. ഇതല്ലേ റേഷ്യോ? ഏറ്റവും സിമ്പിളായിട്ട് ഇതൊന്നും ചെയ്യാതെ ആൻസറിലേക്ക് വരാനുള്ള മെത്തേഡ് ഉണ്ട്. പക്ഷേ നമുക്ക് പരീക്ഷയ്ക്ക് എഴുതേണ്ടത് ഇതാണ്. പരീക്ഷയ്ക്ക് എഴുതേണ്ടത് ഇതാണ്. ഇൻ കേസ് ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒന്ന് എഴുതുന്നതിനേക്കാൾ നല്ലല്ലേ എന്തെങ്കിലും എഴുതുന്നത്. 3 ഇൻറ്റു 2 6, 2 ഇൻറ്റു 3 നോക്കേണ്ടത് ഇവിടെയും ഇവിടെ സെയിം ആണോ? ബി സെയിം ആണ്. ഓക്കെ, 2 ഇൻറ്റു 5 10, 3 ഇൻറ്റു 5 15. ഇത് നോക്ക്, ഇത് നോക്ക്. ഇങ്ങനെ ചെയ്താൽ കിട്ടുന്ന ഒരു ആൻസറിനാണ് നമ്മൾ ശരിക്കും ഇത്രയും സ്റ്റെപ്പ് എഴുതുന്നത് അല്ലേ? ബുദ്ധി സെറ്റ്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരൊറ്റ ചോദ്യത്തിന് ആൻസറും കൂടെ കമൻറ്റ് ചെയ്യാൻ പറ്റുമോ നോക്ക്. ഓക്കെ, എയും ബിയും ട്രിക്ക് ഉപയോഗിച്ച് ചെയ്താലും മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ മെത്തേഡ് യൂസ് ചെയ്യാം. എയും ബിയും തമ്മിലുള്ള റേഷ്യോ നിങ്ങളോട് പറയാണ് 2:5. ബിയും സിയും തമ്മിലുള്ള റേഷ്യോ 4:3. അങ്ങനെയാണെങ്കിൽ നിങ്ങളോടുള്ള ചോദ്യം A:B:C, ഇത് മൂന്നും തമ്മിലുള്ള റേഷ്യോ എത്രയാണെന്ന് സ്വന്തമായിട്ടൊന്ന് കണ്ടുപിടിച്ചിട്ട് ആൻസർ കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.